തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ ആഘോഷങ്ങളിലൊക്കെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യമായി കാണാൻ കഴിയുന്ന കാഴ്ചയാണ് ആർ ശ്രീലേഖയുടെ ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയായ മുൻ ഡി.ജി.പി ആർ ശ്രീലേഖയുടെ ഒരു ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ. എന്താണ് ഈ നൃത്തവുമായിട്ട് പണ്ടേ താല്പര്യമുള്ള താളാത്മകമായ നൃത്തമാണ് പലയിടത്തും. ബി.ജെ.പി ജയിച്ച ദിവസം ഇവിടെ റിസൾട്ട് വന്ന ദിവസം കൊടിയുമായൊക്കെ ഒരു നൃത്തം ചെയ്യുന്നുണ്ട്. അതിനുമുമ്പ് ഈ പ്രചരണ പരിപാടികളിലൊക്കെ. എന്താണ് ഈ നൃത്തവുമായിട്ടുള്ള ബന്ധം? എന്താണ്? മ്യൂസിക്കുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ പാട്ട് ആസ്വദിക്കുന്ന അനുസരിച്ച് നമ്മുടെ ശരീരം അനങ്ങും. ഏത് പാട്ടാണെങ്കിലും, ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക് ആണെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ അനങ്ങും, നമ്മുടെ തല ചിലപ്പോൾ ആടും. അതുപോലെ മ്യൂസിക്കിന്റെ ഇതുപോലെയുള്ള ഫാസ്റ്റ് ബീറ്റ് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ശരീരം അനങ്ങും. ഇത് തന്നെ പ്രകൃതിയുടെ തന്നെ നിയമമാണ്. ഇത് പ്രകൃതി അങ്ങനെയാണ്. നല്ലൊരു കാറ്റ് വരുമ്പോൾ ഇലകൾ ആടുന്നത് പോലെ ഒരു നല്ല ഒച്ച കേൾക്കുമ്പോൾ, നല്ല ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ശരീരം അറിയാതെ ആടുകയാണ്. അപ്പൊ അങ്ങനെ അങ്ങ് ആടിപ്പോയതാണ്. പഠനകാലത്തൊക്കെ നൃത്തത്തിലും പാട്ടിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു? കാരണം യൂണിഫോമിലാണല്ലോ നമ്മളെ കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ചെറുപ്പം തൊട്ട് ഞാൻ ഡാൻസ് പഠിക്കുമായിരുന്നു. ഡാൻസിൽ 5 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ ഒരു ഡാൻസ് ടീച്ചർ വന്ന് എന്നെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പുരുഷ വേഷങ്ങളാണ് കിട്ടിയിരുന്നത്. ശിവതാണ്ഡവം, കർഷക ഡാൻസ്, ആണുങ്ങളുടെ റോളാണ് പലപ്പോഴും കിട്ടിയിരുന്നത്. സ്ത്രീകൾ എൻ്റെ ആ ശരീരവും നിറവും ഒക്കെ കൊണ്ട് ആണുങ്ങളുടെ വേഷമാണ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രൈണമായിട്ടുള്ള ഒരു ലാസ്യ ഡാൻസ് എനിക്ക് പറ്റത്തില്ല. കൂടുതലും ഒരു യൂണിഫോം ആകുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാനും പറ്റില്ല. അങ്ങനെ അവസരം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും സർവീസ് കാലയളവിൽ, എപ്പോഴെങ്കിലും ഗെറ്റുകളിലും ഒക്കെ? തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങളുടെ തീർച്ചയായിട്ടും ഉണ്ട്. അക്കാഡമിയിൽ വെച്ചിട്ടുമുണ്ട്. അല്ലാതെ നമ്മുടെ ഈ പാർട്ടികളൊക്കെ വരുമ്പോൾ വിമൻ പോലീസിന്റെ കോൺഫറൻസുകളുണ്ട്. എല്ലാ ആനുവൽ കോൺഫറൻസ്, ബൈ ആനുവൽ കോൺഫറൻസ് ഉണ്ട്. അപ്പോൾ ആ കോൺഫറൻസുകളിൽ പാർട്ടി ഫൈനൽ ഡേയിലൊക്കെ പാർട്ടി കഴിഞ്ഞിട്ട് നമ്മളൊരു എല്ലാവരും കൂടെ ചേർന്ന് ലേഡീസ് ഡാൻസ് കളിക്കാറുണ്ട്. ഇവിടെ തന്നെ പിന്നെ ലേഡീസിന്റെ IAS, IPS, IAS എല്ലാ സെൻട്രൽ സർവീസ് ഓഫീസേഴ്സിന്റെ കൂട്ടായ്മയുണ്ട്. ഞങ്ങളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അവരുടെ തന്നെ ഒരു പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഡാൻഡിയ കളിച്ചിട്ടുണ്ട്. വേറെ ഒരുപാട് ഡാൻസുകൾ എല്ലാ സീസൺ വരുമ്പോഴും ഡാൻസ് കളിക്കാറുണ്ട്, ആഘോഷിക്കാറുണ്ട്, കളിക്കുന്നതാണ്. എല്ലാവരും അതിപ്പോൾ ജനങ്ങൾ കൂടി കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് യൂണിഫോം മാറി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾ കൂടി അത് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല. നമ്മളങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകുന്നതാണ്. ക്യാമറ ഉണ്ടോയെന്നൊന്നും ശ്രദ്ധിച്ചല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പം നല്ല പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ ശരീരം അനങ്ങും. നിങ്ങളൊക്കെ പുറകെ നടന്ന വീഡിയോ ക്യാമറ ഉണ്ടോ? കൊടിയും കൊണ്ടൊരു സ്റ്റെപ്പുണ്ട് ഈ റിസൾട്ട് കഴിഞ്ഞ് ഇവിടെ കയറി വരുമ്പോൾ. അതെ അതെ, അത് എന്റെ കയ്യിലൊരു നല്ലൊരു ബീറ്റ് ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഒരാളൊരു കൊടി കൊണ്ടു തന്നു. അകത്തിങ്ങനെ പത്രസമ്മേളനം നടക്കുന്നു, എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊക്കെ ഞാൻ മറന്നുപോയി. ഞാൻ കൊടിയും പിടിച്ചുകൊണ്ടായതിനോടൊത്ത് ചേർന്നങ്ങ് ജയിച്ചങ്ങ് പോയി. പിന്നെ വന്ന് വിളിക്കുമ്പോഴാണ് അറിയുന്നത്, ഇവിടെ ഇതുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നത് ഒരു നാച്ചുറലായിട്ട് അങ്ങ് വരുന്നതാണ്. അതാണ് നൃത്തത്തോടുള്ള ഇഷ്ടം. അല്ലെങ്കിൽ അതെങ്ങനെയാണത് വളരെ കൃത്യമായി തന്നെ ആശയിലേക്ക് വിശദീകരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് അവർ വൈകാതെ വരുമെന്ന സൂചനകൾ കൂടി വരുമ്പോഴാണ് അവരുടെ ഈ നൃത്തത്തോടും സംഗീതത്തോടും ഒക്കെയുള്ള താല്പര്യം വെളിപ്പെടുത്തുന്നത്.